തീയില്ല, വിറകില്ല, ഗ്യാസില്ല, ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഒന്നുമില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മളുണ്ടാക്കുന്ന റെസിപ്പിക്ക് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ കണ്ടല്ലോ, പുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല അടിപൊളി മുളകാണ് കേട്ടോ. ഇതേ മുളക് തന്നെ വേണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ താഴേക്ക് വെച്ചു. നമുക്കിത് നന്നായിട്ടൊന്ന് ഞരടി ഒന്ന് ജ്യൂസാക്കി എടുക്കാം കേട്ടോ. ജ്യൂസ് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു തരികളും എല്ലാം ഇതിൽ നിൽക്കട്ടെ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുക. ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരറിയിക്കണേ. അപ്പം നല്ലപോലെ ഞെരടി യോജിപ്പിക്കണം. അപ്പോൾ പുളി കുറച്ച് നേരമായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് കണ്ടല്ലോ, ഇതിൻ്റെ ഞെട്ടിലും എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളിത് ഇതിലേക്കത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ടാട്ടോ പരിപാടികൾ, ഫുൾ കൈ വെച്ചിട്ടുള്ള പരിപാടികളാണ്. കയ്യിൽ നല്ല നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട. ടേസ്റ്റാണ് നമുക്ക് മുഖ്യം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കഴിച്ചാലും ഉച്ചയോണം ഇന്ന് കുശാലായിരിക്കും കേട്ടോ. ഞാൻ ആ കാന്താരി മുളകൊക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഉപ്പ് തേക്കട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്കിതൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും കൈ നല്ല നീറ്റലുണ്ടാവും. കൈ നന്നായിട്ട് നീറ്റലുണ്ടാവും കേട്ടോ. ഈ മുളക്, ഈ ഒരു ഉണ്ടമുളക് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുളകാണെങ്കിൽ വളരെ നല്ലത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ മുളക് വെച്ച് ഉണ്ടാക്കിയിട്ട് ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ മുളകൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ നമ്മളിപ്പം തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഞാനതിൻ്റെ ടേസ്റ്റ് നോക്കട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം. നാടൻ കയ്പക്ക മെനക്ക് പറ്റിയതാണ്. അതിപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒഴിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒഴിച്ച് കഴിക്കട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ ഇങ്ങനെ കഴിക്കണം എന്നുള്ളവർക്ക് വെറും ചോറെടുക്കുക, എന്നിട്ട് വായിലേക്ക് ഇടുക. ഒന്നുകൂടി ഇഷ്ടമായത് രണ്ടാമത്തേതാണ് കേട്ടോ. നമ്മൾ വായിലേക്ക് ചോറിടുക, എന്നിട്ട് വലിച്ച് കുടിക്കുക. വെറും അത് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ തരണേ.